2025-26 വർഷത്തെ 1ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ പ്രവർത്തനം, പുലി വരുന്നേ പുലി. കുട്ടികളുടെ എണ്ണം എഴുതാം. ഈ വട്ടത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം താഴെയുള്ള ചതുരത്തിൽ എഴുതുക. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. അതുകൊണ്ട് 3 എന്നവിടെ എഴുതി. ഇവിടെയോ? ഇവിടെ 5 കുട്ടികളാണ് ഉള്ളത്. 5 എന്ന് എഴുതാം. ഇനി ഈ വട്ടത്തിൽ എത്ര കുട്ടികളുണ്ട്? എണ്ണി നോക്കിയാൽ 6 കുട്ടികളെ കാണാം. അതുകൊണ്ട് അവിടെ 6 എന്ന് എഴുതുക. ഇനി രണ്ടാമത്തത്, ആകെ എത്ര കുട്ടികൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഈ 2 വട്ടത്തിലും കൂടെ നിൽക്കുന്ന കുട്ടികളെ മുഴുവൻ എണ്ണി നോക്കുക. എന്നിട്ട് എത്രയുണ്ട് എന്ന് ഇവിടെ എഴുതാം. ആകെ എത്ര കുട്ടികൾ? ഓരോ വട്ടത്തിലും 7 കുട്ടികൾ വീതമാണുള്ളത്. അതുകൊണ്ട് ഇവിടെ 7 + 7 = 14 എന്ന് എഴുതുക. എണ്ണി നോക്കിയാൽ 7 കുട്ടികൾ വീതം കാണാം. ഇനി അകത്ത് എത്ര കുട്ടികൾ? 14-ൽ 4 കുട്ടികൾ വട്ടത്തിന് പുറത്താണുള്ളത്. അപ്പോൾ അകത്ത് എത്ര ഉണ്ടാകും? 14-ൽ നിന്നും 4 കുറച്ചാൽ മതി അല്ലേ? 14 - 4 = 10. 14-ൽ നിന്നും 4 കുറച്ചാൽ 10. അപ്പോൾ 10 കുട്ടികളാണ് വട്ടത്തിന് അകത്തുള്ളത്. ഇനി പ്രവർത്തനം 2, ഈർക്കിൽ പാവകൾ. വട്ടം വരക്കാം, കൂട്ടങ്ങളാക്കാം. ഇവിടെ കുറേ ഈർക്കിൽ പാവകളെ നിർത്തിയിരിക്കുന്നത് കാണാം. എന്നിട്ടോ 2 കൂട്ടങ്ങളെ വട്ടം വരച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വട്ടത്തിൽ, അതായത് ഒന്നാമത്തെ കൂട്ടത്തിൽ എത്ര പാവകളാണുള്ളത്? 4 പാവകൾ അല്ലേ? രണ്ടാമത്തെ കൂട്ടത്തിലോ 7 പാവകളുണ്ട്. എണ്ണി നോക്കിയാൽ 7 കിട്ടും. അതുകൊണ്ട് കൂട്ടങ്ങൾ ഇവിടെ എഴുതുക. ഒന്നാമത്തെ വട്ടം ഒന്നാമത്തെ കൂട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ കൂട്ടത്തിൽ 4 പാവകൾ. രണ്ടാമത്തെ കൂട്ടത്തിലോ 7 പാവകൾ. 7 എന്നിവിടെ എഴുതുക. ഇനി ഇവിടെയുള്ള പാവകളെ നമുക്ക് കൂട്ടങ്ങളാക്കാം. കൂട്ടങ്ങളാക്കിയിട്ട് ഓരോ കൂട്ടത്തിലും എത്ര പാവകളാണുള്ളത് എന്ന് എഴുതണം. ഇവിടെ 5 പാവകളുടെ ഒരു കൂട്ടമാക്കി. പിന്നെ ബാക്കിയുള്ളത് 6 പാവകളുടെ മറ്റൊരു കൂട്ടം. കൂട്ടങ്ങളിൽ എത്ര പാവകളാണുള്ളത് എന്ന് എഴുതി. ഒന്നാമത്തെ കൂട്ടത്തിൽ 5ഉം രണ്ടാമത്തെ കൂട്ടത്തിൽ 6ഉം. പിന്നെ ഇവിടെയോ? ഇവിടെയും അതേപോലെ തന്നെ ഒന്നാമത്തെ കൂട്ടത്തിൽ 3 പാവകളെയും രണ്ടാമത്തെ കൂട്ടത്തിൽ 8 പാവകളെയും ആക്കി. അങ്ങനെ ഒന്നാമത്തെ കൂട്ടത്തിൽ 3 എന്നും രണ്ടാമത്തേതിൽ 8 എന്നും എഴുതാം. ഇനി ഈർക്കിൽ പാവകളെ വരക്കാം, കൂട്ടങ്ങളാക്കാം. ഇതേപോലെ വരച്ചു നോക്കൂ. വരച്ചിട്ട് കൂട്ടങ്ങളാക്കുക. ഒന്നാമത്തെ കൂട്ടത്തിൽ 2 പാവകളെയും രണ്ടാമത്തെ കൂട്ടത്തിൽ 3 പാവകളെയും വരച്ചു. എന്നിട്ട് കൂട്ടങ്ങളിൽ ആദ്യത്തേതിൽ 2, പിന്നത്തേതിൽ 3 എന്ന് എഴുതി. ഇനി അതേപോലെ മറ്റൊരു ചോദ്യം, 16ന്റെ ശരിയായ കൂട്ടം ഏത്? 16ന്റെ ശരിയായ കൂട്ടം ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ടിക്കിടണം. ഇതൊരു കൂട്ടമാണ്. 9ഉം 6ഉമുള്ള കൂട്ടം. 9ഉം 6ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 15ആണ് കിട്ടുക, 16 അല്ല. പിന്നെ ഇവിടെയോ 8ഉം 8ഉം ഉണ്ട് അല്ലേ? 8ഉം 8ഉം കൂട്ടിയാൽ 16 കിട്ടും. അപ്പോൾ അതാണ് ശരി. അതിന് ടിക്ക് ചെയ്യുക. ഇനി നാണയപ്പൊതി. നാണയങ്ങൾ കൂട്ടി എഴുതണം. ഇവിടെ നോക്കൂ, കുറേ നാണയങ്ങൾ കാണാം അല്ലേ? 1 രൂപ നാണയങ്ങളാണ് ഇതൊക്കെ. ഇതിൽ എത്ര 1 രൂപ നാണയങ്ങളുണ്ട്? 9. അപ്പോൾ ഈ 1 രൂപ നാണയങ്ങൾ മുഴുവൻ കൂട്ടിയാൽ എത്ര കിട്ടും? 9 കിട്ടും. ഇനി അടുത്തത് 2 രൂപ നാണയങ്ങളാണ്. 3 എണ്ണം ഉണ്ട് അല്ലേ? 2 രൂപ നാണയങ്ങൾ 3 പ്രാവശ്യം കൂട്ടിയാൽ എത്ര കിട്ടും? 6 കിട്ടും. പിന്നെയോ 5 രൂപ നാണയങ്ങൾ എത്രയുണ്ട്? 5. 5 കൂട്ടിയാൽ എത്ര കിട്ടും? 5ഉം 5ഉം 10. 10ഉം 5ഉം 15. 15ഉം 5ഉം 20. അപ്പോൾ 20. 10 രൂപ നാണയങ്ങൾ 3 എണ്ണമാണുള്ളത് അല്ലേ? 10ഉം 10ഉം 20. 20ഉം 10ഉം 30. അതുകൊണ്ട് 30 എന്ന് എഴുതുക. ഓക്കെ. ഇനി നാണയങ്ങളുടെ തുക വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതൂ. ഏറ്റവും കൂടുതൽ തുകയുള്ളത് 30 ആണല്ലേ? പിന്നെ 20, പിന്നെ 9, പിന്നെ 6. ഇനി പ്രവർത്തനം 4, കളിപ്പാട്ടങ്ങൾ. ഇവിടെ കുറേ കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയെ പട്ടികയാക്കണം. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് പട്ടികയാക്കേണ്ടത്. കളിപ്പാട്ടങ്ങൾ, പമ്പരം 5 എണ്ണമുണ്ട് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പമ്പരം എണ്ണി നോക്കിയാൽ 5 എണ്ണം കാണാം. അതേപോലെ പൂമ്പാറ്റ എണ്ണി നോക്കിയാൽ 7 എണ്ണം കിട്ടും. ഇതാണ് പൂമ്പാറ്റകൾ. എണ്ണി നോക്കൂ, 7 എണ്ണമുണ്ട്. അതേപോലെ ഓരോന്നും എണ്ണി നോക്കുക. പന്ത് 5 എണ്ണമുണ്ട്, പക്ഷി 4 എണ്ണമുണ്ട്, പൂവ് 3 എണ്ണമുണ്ട്. കൂടുതൽ ഉള്ള കളിപ്പാട്ടം ഏതാണ്? പൂമ്പാറ്റ. പൂമ്പാറ്റയാണ് 7 ഉള്ളത് അല്ലേ? അതുകൊണ്ട് പൂമ്പാറ്റ എന്ന് എഴുതുക.
കുറവുള്ള കളിപ്പാട്ടം ഏതാണ്? പൂവ്. പൂവ് 3 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ പൂവ് എന്ന് എഴുതുക. ഒരേ എണ്ണമുള്ളവ ഏതൊക്കെ? ഒരേ എണ്ണം പന്തും പമ്പരവുമാണ് അല്ലേ? 5 വീതമാണ് ഉള്ളത്, അതുകൊണ്ട് പമ്പരം, പന്ത് എന്ന് എഴുതുക. ഇനി കലണ്ടറാണ്. മാർച്ച് 2026 കലണ്ടറാണിത്. കലണ്ടറിൽ വിട്ടുപോയ ദിവസങ്ങൾ എഴുതൂ. ഇവിടെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്ന 2 ദിവസങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ബുധൻ, വ്യാഴം എന്ന് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, മാർച്ച് 9 ഏത് ദിവസമാണ്? മാർച്ച് 9 ഏതാണ്? ഇതാണ് മാർച്ച് 9. ഇത് ഏത് ദിവസമാണ്? തിങ്കളാണല്ലേ, അതുകൊണ്ട് അവിടെ തിങ്കൾ എന്ന് എഴുതുക. മാർച്ച് 9 തിങ്കൾ. കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ എഴുതൂ. 11ഉം 19ഉം വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. 8, 9, 10, 11 എഴുതിയിട്ടില്ല. അതേപോലെ 18-ന് ശേഷം 19ഉം എഴുതിയിട്ടില്ല. ആ 2 തീയതികളും വിട്ടുപോയിട്ടുണ്ട്. അത് രണ്ടും അവിടെ എഴുതുക. ഇത്രയുമാണ് 1-ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ചോദ്യമുള്ളത്.